സോ ഹേ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ലീഡ് കോഡിൻ്റെ ഒരു DSA പ്രോബ്ലമാണ്. ലീഡ് കോഡ് 189 റൊട്ടേറ്റ് അറേ എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. അതായത് ഒരു ഇൻറ്റിജർ ഓഫ് നംസ് തന്നിട്ടുണ്ട്, അറേ നംസ് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യണം. അതായത് k സ്റ്റെപ്സ് നമുക്കത് റൊട്ടേറ്റ് ചെയ്യണം. അതായത് k എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ആണ്. അതാണ് ഗിവൻ ആൻ ഇൻറ്റിജർ അറേ നംസ് റൊട്ടേറ്റ് ദ അറേ ടു ദ റൈറ്റ് ബൈ k സ്റ്റെപ്സ് വേർ k ഈസ് നോൺ നെഗറ്റീവ്. ഞാനിവിടെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾ 1 നമുക്ക് നോക്കാം. അതായത് 1 2 3 4 5 6 7 എന്ന് പറയുന്ന ഒരു നംസ്. ആ നംസ് k എന്ന് പറയുന്നത് 3 തന്നിട്ടുണ്ട്. സോ നമുക്ക് ചെയ്യേണ്ടത് ഔട്ട്പുട്ട് വരേണ്ടത് 5 6 7 1 2 3 4 എന്നാണ് നമുക്ക് ഔട്ട്പുട്ട് വരേണ്ടത്. ഇപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് നോക്കാം. അതായത് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് നംസ് 1 2 3 4. ഇവിടെ ശ്രദ്ധിക്കും പറയാം, നമുക്ക് സ്പെസിഫിക്കലി നമുക്ക് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അരയ്ക്കകത്തുള്ള ഓരോ എലമെൻറ്റും നമുക്ക് k ടൈംസ് ഫോർവേഡ് മൂവ് ചെയ്യണം. അതാണ് റൊട്ടേറ്റ് എന്ന് പറയുന്നത്. അതാണ് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ, നമ്മുടെ റൈറ്റിലേക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, അതായത് ഈ ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് ആ അറേസിനെ നമുക്ക് കൊണ്ടുപോകണം എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അതായത് ഈ നംസിനെ ഈ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണം. ഈ ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യണം. സോ അതിന് ചെയ്യേണ്ടത് സിമ്പിൾ ഒന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. ഈ 1നെ നമുക്ക് 3 ടൈംസ് അങ്ങോട്ട്. അപ്പോൾ അതായത് 1 2 3, അതായത് ഈ 4ൻ്റെ സ്ഥാനത്ത് 1 വരണം. അതാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അതേപോലെ 2 1 2 3, അതായത് 5ൻ്റെ സ്ഥാനത്ത് 2. അതേപോലെ 4 വരും. 4 വരെ ഇവിടെ വരെ 4 അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നീടാണ് 5 മുതലാണ് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാണ് 5 ഇവിടെ ഫസ്റ്റ് വരും. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ 5നെ 3 ടൈംസ് മൂവ് ചെയ്യിക്കുമ്പോൾ, ഇമേജ് കുറച്ചും കൂടെ വലുതാക്കാം. ഈ 5നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. അതായത് 1 2 3 ഔട്ട് ഓഫ് ബോണ്ടാണ് ഇവിടെ വരുന്നത്. സോ ഔട്ട് ഓഫ് ബോണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഇത് നേരെ ഫസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ 3 അവസാനിക്കും. അങ്ങനെയാണ് 5 ആദ്യം വന്നത്. അതേപോലെ 6 എടുത്ത് നോക്കുമ്പോഴും മനസ്സിലാവും. അതായത് 6 നോക്കുമ്പോഴത്തേക്കും 1 2, സെക്കൻഡ് വന്നപ്പോൾ ഇവിടെ ഔട്ട് ഓഫ് ബോണ്ട്, അതായത് 2 പിന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അതായത് 2 3, അപ്പോൾ രണ്ട് എവിടെയാണ് നിൽക്കുന്നത് അവിടെ 6 വരും. അപ്പോൾ അതേപോലെ 7 നോക്കുമ്പോൾ 1 പോലും ഇല്ല. അപ്പോൾ 1 ഇവിടെ നിന്ന് തുടങ്ങും. അപ്പോൾ 1 2 3, ഈ 3 എവിടെ നിൽക്കുന്നോ അവിടെ 7 വരും. സോ അങ്ങനെയാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. സോ നമുക്ക് കുറേ അപ്രോച്ചുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. അതായത് ഇവിടെ 1 2 3 4 5 6 7 ഒന്ന് നമ്മൾ ഇതിനെ റിവേഴ്സ് ചെയ്ത് നോക്കണം. അതായത് ഈ അറേനെ നമ്മളൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്ത്, അതായത് ഇവിടോട്ട് നമ്മൾ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ 1 2 3 4 5 6 7. അപ്പോൾ നമ്മളിതിനെ റിവേഴ്സ് ചെയ്ത സമയത്ത് നമ്മളിതിനെ റിവേഴ്സാണ് ചെയ്തത്. നമ്മളിതിനെ ഡിസെൻഡിങ് ഓർഡറിലോട്ട് ആക്കിയതല്ല. ശരിക്കും ഇത് ചിലപ്പോൾ സോർട്ടഡ് തരാം, അൺസോർട്ടഡ് തരാം. നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ റിവേഴ്സാണ് ചെയ്തത്. ഈ ലിസ്റ്റിന് നമ്മൾ റിവേഴ്സാണ് ചെയ്തത്. സോ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഏകദേശം ഒരു സിമിലാരിറ്റി ഇവിടെ വന്നു തുടങ്ങി. അതായത് ഇവിടെ 5 6 7 ഇവിടെ ആദ്യം വന്നിട്ടുണ്ട്. ഇവിടെ 7 6 5 ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ 4 3 2 1 നമ്മളിവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് റിവേഴ്സ് ചെയ്യണം, ഇവിടെ ഒന്ന് റിവേഴ്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് കിട്ടും. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇത് ഇൻ പ്ലേസ് ആയിട്ട് വേണം ചെയ്യാൻ. അതായത് നമുക്ക് സെക്കൻഡറി ആയിട്ട് നമുക്ക് ഒരു സ്പേസ് എടുക്കാൻ പാടില്ല. ഇതിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി എപ്പോഴും O(1) ആയിരിക്കണം. നമുക്ക് ഇതിൻ്റെ മാക്സിമം നമുക്ക് ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി വരുന്നത് O(n) നമ്മൾ ചെയ്യാൻ നോക്കണം. സോ ഇവിടെ കൺസ്ട്രെയിൻസും കൊടുത്തിട്ടുണ്ട്. സോ അതുപോലെയാണ് നമ്മൾ ഇവിടെ നോക്കാനുള്ളത്. ആൻഡ് സോ ഇനി നമ്മൾ ഇവിടെ ഈ ഒരു നമുക്ക് ഇതിനെയും സോർട്ട് ചെയ്യണം.
ഇതിനെ സോർട്ടിങ് മീൻസ് റിവേഴ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. റിവേഴ്സ് ചെയ്യണം, ഇതിനെ റിവേഴ്സ് ചെയ്യണം, ഇതിനെ റിവേഴ്സ് ചെയ്യണം. ഈ ഇവിടെ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത് റിവേഴ്സ് ചെയ്യണം. സോ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് കിട്ടും. സോ അതെങ്ങനെയാണ് ചെയ്യാനുള്ളതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇതിൻ്റെ ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു ഫംഗ്ഷൻ ചെയ്യണം. അത് ഇവിടെ മെയിൻലി 3 റിവേഴ്സ് ഫംഗ്ഷൻ വരുന്നുണ്ട്. 3 റിവേഴ്സ് ഇവിടെ അപ്ലൈ ആവുന്നുണ്ട്. ഒന്ന്, ഈ എൻ്റയർ അറേനെ നമുക്ക് റിവേഴ്സ് ചെയ്യണം. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഈ എലമെൻറ്റ്സ് നമുക്ക് ഇതിന് ഇവിടെ കിട്ടും. എലമെൻറ്റ്സ് അതിന് നമുക്ക് ഇവിടെ കിട്ടും. ആൻഡ് പിന്നെ പറയുന്നത് ആദ്യത്തെ കെ എലമെൻറ്റ്സിനെ ആദ്യം റിവേഴ്സ് ചെയ്യണം. പിന്നെ കെ മുതൽ n-1 എലമെൻറ്റ്സ് വരെ, n-1 എലമെൻറ്റ്സ് വരെ നമുക്ക് റിവേഴ്സ് ചെയ്യണം. അതായത് ആദ്യം നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടത് ആ ഒരു എൻ്റയർ ലിസ്റ്റിനെ തന്നെ നമ്മൾ റിവേഴ്സ് ചെയ്യണം. ദെൻ ആദ്യത്തെ കെ എലമെൻറ്റ്സിനെ റിവേഴ്സ് ചെയ്യണം. പിന്നെ kth എലമെൻറ്റ് തൊട്ട് n-1 എലമെൻറ്റ് വരെ നമ്മൾ അതിനെ റിവേഴ്സ് ചെയ്യണം. സോ അതിനുള്ള കോഡാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് റിവേഴ്സ് ആയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് അതിന് ലെഫ്റ്റും റൈറ്റും ആർഗ്യുമെൻറ്റ് പാസ് ചെയ്ത് നമുക്ക് ഇതിലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ആ ലീഡ് കോഡിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ. സോ ചെയ്യണ സമയത്ത് നമുക്ക് റൊട്ടേറ്റിൻ്റെ സമയത്ത് ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു കാര്യം നോക്കിയാൽ മനസ്സിലാവും, നമുക്കിവിടെ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബോണ്ടിൻ്റെ ഒരു കൺസെപ്റ്റ് വരും. സോ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊരു വഴിയുണ്ട്. അതായത് നമുക്ക് കെ ഉണ്ടല്ലോ, കെയിന് നമുക്ക് കെ മോഡ് എൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് നംസ് ആണ്. n ഈസ് ഈക്വൽ ടു ലെൻ ഓഫ് നംസ് ആണ്. അതായത് ഈ നംസിനകത്തുള്ള എലമെൻസിൻ്റെ എണ്ണത്തിൻ്റെ കെ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിന് കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കണം കെയിൽ വരേണ്ടത്. സോ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലും മനസ്സിലാവും. അതായത് ഇപ്പോൾ 0 ആണെന്ന് വെച്ചോ, 0 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് 7 ആണ്. n എന്ന് പറയുന്നത് 7. അപ്പോൾ 0 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്ന റിമൈൻഡർ 0 ആണ് വരുന്നത്. സോ ഇവിടെ 0 വരും. സോ ഇനി വേറൊരു കാര്യം ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇതിങ്ങനെ ചെക്ക് ചെയ്ത്, ഇപ്പോൾ 1 ആയാലും 1 മോഡ് 7, 1 ഡിവൈഡഡ് ബൈ 7 എഴുതി കാണിക്കാം. അതായത് 1 പെൻസിൽ എടുക്കാം, ഡിവൈഡഡ് ബൈ 7. സോ അപ്പോൾ ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ ഇവിടെ 7 ഒന്നിലും പോവില്ല. അപ്പോൾ 7/1 ഇത് റിമൈൻഡർ ആയിട്ട് തന്നെ കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇവിടെ വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഓക്കെ അപ്പോൾ ഇവിടെ വരുന്നത് എന്താ വെച്ചാൽ, ഈ 1 തന്നെ വരും, 2 തന്നെ വരും, 3 തന്നെ വരും. പിന്നെ വരുന്നത് 4. ഓക്കെ, 4 മോഡ് 7. അതായത് 4 മോഡ് 7 എന്ന് പറയുമ്പം അത് 0യിലേക്ക് പോകും. അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും, ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അത് ഈ ഫസ്റ്റിൽ തന്നെ നിൽക്കും. സോ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു k = മോഡ് n എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. ആൻഡ് നമുക്കത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. സോ നമ്മൾ ആദ്യം നമുക്ക് കോഡ് എഴുതി നോക്കാം. സോ n ഈസ് ഈക്വൽ ടു ലെൻ ഓഫ് നംസ്. നമ്മൾ ആദ്യം നംസിൻ്റെ ലെങ്ത് എടുത്തു. ആൻഡ് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് കെ എന്ന് പറയുന്ന വാല്യൂ k മോഡ് n, അതായത് എന്നിനെ k കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡർ ഈ കെയിൽ സ്റ്റോർ ചെയ്യണം. അതാണ് ഈ ഒരു ഇക്വേഷൻ. ആൻഡ് ദെൻ നമുക്ക് റിവേഴ്സ് ഫംഗ്ഷൻ, അതായത് റിവേഴ്സ് ഫംഗ്ഷൻ നമുക്ക് ആദ്യം റിവേഴ്സ് ഫംഗ്ഷൻ എഴുതിയിട്ട് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. സോ അത് റിവേഴ്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതി, അതിൽ ഒരു മൂന്ന് പാരാമീറ്റേഴ്സാണ് അത് എടുക്കുന്നത്. ഒന്ന് അറേ ആണ് എടുക്കുന്നത്. ആൻഡ് പിന്നെ വരുന്നത് ഒരു അറേ എടുക്കും. പിന്നെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഒരു പോയിൻ്റർ ഉണ്ട്. ആൻഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ എൻഡ് എന്ന് പറഞ്ഞൊരു പോയിൻ്റർ ഉണ്ട്. ഓക്കെ, സോ ഇതിൽ നമുക്ക് റിവേഴ്സിംഗ് ആണ് വേണ്ടത്. സോ സ്റ്റാർട്ട് എന്ന് പറയുന്നത്
സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇനീഷ്യലും എൻഡ് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റത്തെയാണ് ലാസ്റ്റ് എലമെൻറ്റ്, പിന്നെ അതിനനുസരിച്ച് സ്വാപ്പാണ് ചെയ്യുന്നത്. സോ സ്റ്റാർട്ടും എൻഡും കൂട്ടിമുട്ടുകയോ അല്ലെങ്കിൽ സ്റ്റാർട്ട് എൻഡിനെയും കാട്ടി കൂടുതലാവുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. സോ അവിടെ വൈൽ ലൂപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വൈൽ സ്റ്റാർട്ട് ലെസ് ദാൻ എൻഡ് വരുന്ന സമയത്ത്, എൻഡ് വരെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നത് വരെ ഈ ലൂപ്പ് റൺ ആവണം. അതിനുശേഷം നമുക്ക് ഓരോ എലമെൻറ്റ്സും നമ്മൾ സ്വാപ്പ് ചെയ്യണം. അതായത് ഇതിനനുസരിച്ച് സ്വാപ്പ് ചെയ്യണം ഇൻ ദ സെൻസ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. സോ എങ്ങനെയെന്ന് പറഞ്ഞാൽ ARR ഓഫ് സ്റ്റാർട്ട് ARR ഓഫ് എൻഡ് ഈക്വൽ ടു ARR ഓഫ് എൻഡ് ARR ഓഫ് സ്റ്റാർട്ട്. അപ്പോൾ പൈത്തണിൽ നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ഇൻക്രിമെൻ്റ് ചെയ്യണം, എൻഡ് ഡിക്രിമെൻ്റ് ചെയ്യണം. സ്റ്റാർട്ട് ഇൻക്രിമെൻ്റ് ചെയ്യണം, എൻഡ് ഡിക്രിമെൻ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് റിവേഴ്സ് ഫംഗ്ഷനായി. ഇനി ഏതൊക്കെയാണ് നമുക്ക് റിവേഴ്സ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു 3 റിവേഴ്സ് ഫംഗ്ഷൻ നമ്മളിവിടെ 3 തവണ നമ്മളിവിടെ റിവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഒന്നാമത്തെ റിവേഴ്സ് എന്ന് പറയുന്നത് എൻറ്റയർ ലിസ്റ്റ്, അതായത് ഈ 1 മുതൽ 7 വരെയുള്ള എൻറ്റയർ ലിസ്റ്റ് നമുക്ക് റിവേഴ്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റിവേഴ്സ് വിളിക്കണം. സോ ഇത് ഒരൊറ്റ ക്ലാസ്സിലുള്ള 2 ഫംഗ്ഷനാണ്. അപ്പോൾ ആ ഫംഗ്ഷനെ വിളിക്കാൻ നമ്മൾ സെൽഫ് ഡോട്ട് വെച്ച് വിളിക്കും നമ്മൾ. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് സെൽഫ് എന്ന് പറഞ്ഞൊരു പാരാമീറ്ററും കൂടി ഇവിടെ വിളിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ സെൽഫ് ഡോട്ട് റിവേഴ്സ്. ആദ്യം നമ്മൾ അറേ എന്ന് പറയുന്നത് ഇവിടെ നംസ് ആണ്. നംസ് പാസ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് പറയണം. സോ നമുക്ക് എൻറ്റയർ അറേ ആയതുകൊണ്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ, അതായത് 0 മുതൽ n-1th എലമെൻറ്റ് വരെ. അപ്പോൾ 0, n-1 ഇതാണ് ഫസ്റ്റ് റിവേഴ്സ് ഫംഗ്ഷൻ കോൾ ചെയ്തത്. ഇനി അടുത്തത് നമുക്ക് രണ്ടാമത്തെ ഒരു റിവേഴ്സ് ഫംഗ്ഷൻ നമ്മൾ വിളിക്കണം. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ നംസ് തന്നെ നമ്മൾ കൊടുക്കണം. സോ നമ്മൾ പറഞ്ഞു ഇപ്പോൾ റിവേഴ്സ് ആയപ്പോൾ നമുക്ക് വരേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നോക്കാം. ഇപ്പോൾ ഇത് എൻ്റെ ലിസ്റ്റ് നമ്മൾ റിവേഴ്സ് ചെയ്തു. സോ ഇനി ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ആദ്യത്തെ കെ എലമെൻറ്റ് ഇവിടെ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. അതാണെന്നെങ്കിൽ നമുക്ക് അടുത്ത റിവേഴ്സ് ചെയ്യേണ്ട. സോ കണ്ടു, ഈ 765നെ നമുക്ക് 567 ആക്കണം. സോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് തൊട്ട് കെ വരാം, അതായത് K-1. ഇത് ഇൻഡെക്സ് വഴിയാകുമ്പം K-1 വരും. അതായത് 0, 1, 2, 0, 1, 2. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ K3 ആണ്, ഇവിടെ 2 ആണ് വന്നത്. അപ്പോൾ K-1, 2, K-1, യെസ്, 3-1, 2. ഓക്കെ, സോ ഇതിനെ റിവേഴ്സ് ചെയ്യണം. സോ അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് 0 ആണ്, കാരണം ഫസ്റ്റ് K എലമെൻറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ 0 തന്നെ നമ്മൾ പാസ് ചെയ്തു. ആൻഡ് ദെൻ K-1th എലമെൻറ്റ് വരെ നമുക്ക് റിവേഴ്സ് ചെയ്യണം. അത് അടുത്ത രണ്ടാമത്തെ റിവേഴ്സ് ഫംഗ്ഷൻ. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു റിവേഴ്സ് ഫംഗ്ഷൻ നമ്മൾ വിളിക്കണം. ലാസ്റ്റ് ഒരു റിവേഴ്സ് ഫംഗ്ഷൻ അത് നംസ് ആണ് കോൾ ചെയ്യുന്നത്. സോ ഇവിടെയാണ് നമ്മൾ ഇനി അടുത്ത് ചെക്ക് ചെയ്യാനുള്ളത്. നമുക്കിനി ഇത് നമ്മൾ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞു. ഈ 567 നമ്മൾ ആക്കിയിട്ടുണ്ട്, ഇങ്ങനെ ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ 4, 3, 2, 1 നമുക്ക് 1, 2, 3, 4 ആക്കണം ഇവിടെ. സോ അതെന്ന് പറയുന്നത് K എന്ന് പറയുന്നത് 3 അല്ലേ, സോറി ഇവിടെ 3 അല്ലേ. ഇവിടെ ഈ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 3 അല്ലേ K എന്ന് പറയുന്നത്. സോ 0, 1, 2, 3. സോ ഈ ഒരു ഭാഗം 3 ആണ്. ഈ ഒരു 4 നിൽക്കുന്നത് 3ലാണ് നിൽക്കുന്നത്. അപ്പോൾ 3 മുതൽ ലാസ്റ്റ് വരെ ഇവിടെ n-1 ആണ്, കാരണം n7 ആണ്, ഇൻഡെക്സ് 6 ആണ്. അപ്പോൾ n-1 വരെ. സോ K, അതായത് 3 മുതൽ n-1, 6 വരെ നമുക്ക് ഇവിടെ ഈ അറേനെ എടുത്ത് റിവേഴ്സ് ചെയ്യിക്കണം. അപ്പോൾ അതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് Kth എലമെൻ്റാണ്. Kth എലമെൻറ്റിൽ നിന്ന് n-1th എലമെൻറ്റ് വരെ നമുക്ക് റിവേഴ്സ് ചെയ്യണം. സോ നമ്മൾ ആദ്യം ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം കൂടെ ഇതിങ്ങനെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് ഇത് ഇവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് റിട്ടേൺ ചെയ്ത് നംസിനെ മോഡിഫൈ ചെയ്താൽ മതിയെന്ന്. സോ അതാണ് ഇവിടെ ചെയ്തത്. ആ നംസിനെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുള്ള ഈ ഒരു റിവേഴ്സ് ഫംഗ്ഷൻ ഹെൽപ്പിംഗ് ഫംഗ്ഷനായിട്ട് വർക്ക് ചെയ്യും. ആൻഡ് ഇവിടെ n എന്ന് പറയുന്നത് ഈ ഒരു റൊട്ടേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ലെൻ ഓഫ് നംസ് വിളിച്ചിട്ടുണ്ട്. Kനെ നമ്മൾ ഓരോ ടൈമും K വിളിക്കുമ്പം ആ K mod n,
അതായത് ലെങ്ത് ഓഫ് നംസ് വരെ അതിനെ കെ വെച്ച് ഐട്രേറ്റ് ചെയ്യും. ഐട്രേറ്റ് ചെയ്യുന്നല്ല, ഇൻഡെക്സ് കെ മാറും. സോ അപ്പോൾ സെൽഫ് ഡോട്ട് റിവേഴ്സ് എടുക്കും. ആൻഡ് അതങ്ങനെ 3 തവണ റിവേഴ്സ് വിളിക്കും. ഈ ഒരു റിവേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ലിസ്റ്റിനെ റിവേഴ്സ് ചെയ്യാൻ, ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് കെ എലമെൻറ്റിനെ റിവേഴ്സ് ചെയ്യാൻ, ഇതെന്ന് പറയുന്നത് കെയ്ത്ത് എലമെൻറ്റ് തൊട്ട് n-1th എലമെൻറ്റ് വരെ റിവേഴ്സ് ചെയ്യാൻ. സോ നമ്മൾ റൺ ചെയ്യുമ്പം ഓക്കെ സബ്മിറ്റ് ആവാൻ പറ്റും. സോ സബ്മിറ്റ് ചെയ്ത് നോക്കുമ്പം ഓക്കെ നമുക്ക് 6 millisecond ആണ്, കുറച്ച് അത്യാവശ്യം എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റൊട്ടേറ്റ് അറേ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയേണ്ടതാണ്. ആൻഡ് താങ്ക് യു. ഈ ലീഡ് കോഡ് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ താങ്ക് യു.